ലോക സിനിമേന്റെ 28 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. ലോക സിനിമേന്റെ 28 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് തന്നെ നമുക്ക് ആദ്യമേ പരിശോധിക്കാം. നമുക്ക് ലോക സിനിമ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് തുടർച്ചയായിട്ട് 27 ദിവസം വരെ സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ കാണാൻ സാധിച്ചത്. ഈ വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് 1 കോടി കളക്ഷൻ കാണാൻ സാധിച്ചത് അതും 27 ദിവസം വരെ നമ്മുടെ തുടരും എന്ന സിനിമയാണ്. അതിനുശേഷം മറ്റൊരു മലയാള സിനിമ ഇതേപോലെ തന്നെ 1 കോടിന് മുകളിൽ ഡെയിലി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കളക്ഷൻ കാണുകയാണ് 27-ാം തീയതി വരെ. പക്ഷേ 28-ാം ദിവസം മുതൽ നമ്മുടെ ലോക സിനിമയ്ക്ക് 1 കോടിന്റെ താഴെ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് ഈ പടം റിലീസ് ചെയ്തതിനു ശേഷം. എന്തായാലും 28-ാം ദിവസം നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ബുധനാഴ്ച 90 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 10 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലോക സിനിമ 1 കോടി വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും വർക്കിംഗ് ദിവസമാണെങ്കിൽ പോലും ലോക സിനിമയുടെ കളക്ഷൻ ബുധനാഴ്ച 90 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന്. ഇതുവരെ ടോട്ടലായിട്ട് സിനിമ കേരള ബോക്സ് ഓഫീസിന് 107 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 107 കോടി 32 ലക്ഷമാണ് 28 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് ലോക സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം കളക്ഷൻ കാണാൻ സാധിക്കും തുടരും എന്ന് പറഞ്ഞ ലാൽട്ടൻ സിനിമയാണ്. നമ്മുടെ തരുൺ മൂർത്തി സംവിധാനത്തിൽ വന്ന സിനിമ. ആദ്യ സിനിമയുടെ കളക്ഷൻ തകർക്കാനായിട്ട് നമ്മുടെ ലോക സിനിമയ്ക്ക് ഇനിയും ഒരു 11 കോടി 60 ലക്ഷം ആവശ്യമാണ്. അതുകൂടി തകർത്ത് കഴിഞ്ഞാൽ ലോക സിനിമയായിരിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ. ഇനി വേൾഡ് വരെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ഫൈനൽ നമ്പേഴ്സ് തകർത്തിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് 279.30 ലക്ഷമാണ് സിനിമ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അപ്രോക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 28 ദിവസം കൊണ്ട് സിനിമ ഒഫീഷ്യലായിട്ട് 280 കോടിയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് ലോക എന്ന് പറഞ്ഞ മലയാള സിനിമ. നിലവിൽ സിനിമയ്ക്ക് 28-ാം ദിവസം വേൾഡ് വൈഡ് ആയിട്ട് സിംഗിൾ ഡേ ലഭിച്ചത് 1 കോടി 25 ലക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 കോടിയാണ്. ഇപ്പോൾ അത് 1 കോടിയുടെ ചുരുക്കി വന്നിരിക്കുകയാണ് സിനിമയ്ക്ക് സിംഗിൾ ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട്. എന്തായാലും സിനിമ 280 കോടി ആയിരിക്കുകയാണ് വേൾഡ് വൈഡ് ടോട്ടൽ ആയിട്ട് 28 ദിവസം കൊണ്ട്. എന്തായാലും സിനിമയ്ക്ക് 300 കോടിയിലോട്ട് പോകാനായിട്ട് ഇനിയും ഒരു 20 കോടി ആവശ്യമാണ്. എന്തായാലും സിനിമ ഒക്ടോബർ മാസം പൂജ ഹോളിഡേസിന് ശേഷമാണ് OTT റിലീസ് ചെയ്യുമ്പോൾ ദുൽഖർ സൽമാൻ കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ സിനിമ ഉറപ്പായിട്ടും 300 കോടിയുടെ മുകളിലാണ് കളക്ഷൻ വരാൻ പോകുന്നത്. നമ്മുടെ എമ്പുരാൻ സിനിമേന്റെ ആ ഒരു ഫൈനൽ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ വരുന്ന ഒരു കളക്ഷൻ തകർക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ ലോക സിനിമയ്ക്ക്. കാരണം നല്ലൊരു ഡിമാൻഡ് ആയിരിക്കണം എന്തായാലും ലോക സിനിമയ്ക്ക് OTT ബിസിനസ് ഡീലിലൂടെ ലഭിക്കാൻ പോകുന്നത്. എന്തായാലും 300 കോടിയുടെ മുകളിലാണ് എന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കും നമുക്ക്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അത് മാത്രമല്ല ലോക സിനിമയ്ക്ക് മറ്റൊരു കിടിലൻ റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ബുക്ക് മൈ ഷോയിൽ 5 മില്യൺ നേടിയെടുക്കുന്നത്. ആദ്യമായ ഒരു മലയാള സിനിമ നമ്മുടെ ലോകമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇതിനു മുമ്പ് ഓൾമോസ്റ്റ് 4.57 മില്യൺ ടിക്കറ്റ് ബുക്കിംഗ് സെയിലാണ് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ ഇതിനു മുമ്പ് നല്ലപോലെ പ്രീ സെയിൽ ആയിട്ട് നടന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് സെയിൽ നടന്നത്. അത് നമ്മുടെ തുടരും എന്ന സിനിമയാണ്. അതിനുശേഷം 5 മില്യൺ ടിക്കറ്റ് ബുക്കിംഗ് സെയിൽ നടന്നിട്ടുണ്ട് നമ്മുടെ ലോക സിനിമയിലൂടെ. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് ലോക സിനിമ നേടിയെടുക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ലോക സിനിമ ഒഫീഷ്യലായിട്ട് 300 കോടിയിലോട്ട് വരുമോ ഇല്ലയോ എന്ന്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ഒഫീഷ്യലായ ഒരു 300 കോടി പോസ്റ്ററിനായിട്ട്. നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടെ സിനിമയുടെ സക്സസ് ട്രെയിലറും കൂടി പുറത്തിറങ്ങുന്നതായിരിക്കും. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ലോക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പടം കണ്ടവരെന്തായാലും ഉറപ്പായിട്ടും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് കൂടുതൽ. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.